ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ആദ്യത്തെ ഫ്ലൈറ്റ് ട്രിപ്പും കൂടി ആയിരുന്നു. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ട്രിപ്പ് പോകണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ. എന്നാൽ ഒട്ടും കുറക്കണ്ട, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് ആശു. ആൻഡ് വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ആധുനിക നഗരങ്ങളും സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും ട്രോപ്പിക്കൽ പ്രകൃതി ദൃശ്യങ്ങളും രുചികരമായ ഭക്ഷണ സംയോജനങ്ങളും കൊണ്ട് പ്രശസ്തമായ രാജ്യം മലേഷ്യ. കുറച്ച് സാഹിത്യം കൂടിപ്പോയോ? സാരില്ല, ഇരിക്കട്ടെ, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ അല്ലേ. പുത്രാജയ, മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. ഔദ്യോഗിക തലസ്ഥാനം കൊലാലംപൂർ തന്നെയാണ്. എന്നാൽ മന്ത്രാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങിയവയുടെ തിരക്ക് കുറയ്ക്കാൻ 1990കളിൽ പുത്രാജയെ ആസൂത്രിത നഗരമായി വികസിപ്പിച്ചു. ഗൈഡ് പറയുന്നതൊക്കെ കേട്ടിരുന്ന് പഠിച്ച് ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും അതൊക്കെ വിവരിക്കുക എന്നതായിരുന്നു ചേട്ടൻ്റെ ഹോബി. കപ്പലിൻ്റെ സെയില് പോലെ തോന്നുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് വാവസൻ ബ്രിഡ്ജ്. പിന്നെ അത് കുറച്ച് ഫോട്ടോസ് എടുത്തു. ചേട്ടൻ അവിടെ ഫോട്ടോഗ്രാഫറായി. നേരെ പുത്ര മോസ്കിലേക്ക്. ഫോറിനേഴ്സിന് അവിടെ സെപ്പറേറ്റ് ക്യൂ ആണ്. അതുപോലെ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ളി കവേർഡ് അല്ലെങ്കിൽ അവർ തരുന്നൊരു പർദ്ദ ധരിച്ചു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. സോ നമ്മളും അവിടെ നിന്നൊരു പർദ്ദ വാങ്ങിച്ചു. ഇതായിരുന്നു വേഷം. 1999 പൂർത്തിയായ പുത്ര മസ്ജിദ് നിർമ്മാണത്തിന് പിങ്ക് ഗ്രാനൈറ്റ് ഉപയോഗിച്ചതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ പിങ്ക് മസ്ജിദ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മസ്ജിദിൻ്റെ ഉൾഭാഗം അത്രയും വിശാലമാണ്. ഒരേ സമയം 15,000 പേർ വരെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രെയർ ഹാളും ഇവിടെയുണ്ട്. പുത്ര മസ്ജിദിൻ്റെ ശില്പകല മൊറോക്കൻ, പേർഷ്യൻ, മലായ് കലാരൂപങ്ങളുടെ മനോഹരമായ കലവറ കൂടിയാണ്. അറബ് ഇസ്ലാമിക വാസ്തുശൈലിയുടെ ആധുനിക പതിപ്പായി നമുക്ക് ഈ മസ്ജിദിനെ പറയാം. മസ്ജിദിന് മുന്നിലൂടെ പുത്ര തടാകം വ്യാപിച്ചു കിടക്കുന്നു. പുത്രാജയെ സന്ദർശിക്കുന്നവർക്ക് പുത്ര മസ്ജിദ് കാണാതെ പോകാനാവില്ല. വിനോദസഞ്ചാരികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ ആത്മീയവും സാംസ്കാരികവുമായ അനുഭവം നൽകുന്ന സ്ഥലമാണിത്. ഈ കാണുന്നത് മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെറി പെർദാനം. സമുച്ചയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഗാർഡനും മനോഹരമായ പുഷ്പങ്ങളും അലങ്കാര മരങ്ങളുമൊക്കെ ഇവിടുത്തെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിൽ നിറച്ച് ഇനി നേരെ കോലാലംപൂരിലേക്ക്.